ഹായ് ഹലോ വെൽക്കം ടു ടി ടി അക്കാഡമി. LPUP ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ പരിസര പഠന തന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പല പാർട്സുകളായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പം അതിൻ്റെ ആദ്യ പാർട്ടാണ് ഇത്. അപ്പോൾ പരിസര പഠനതന്ത്രങ്ങൾ അഥവാ ശാസ്ത്ര പഠനതന്ത്രങ്ങൾ എന്ന് ചോദിച്ചാലും ഈ ഒരു ഉത്തരവാണ് നമ്മൾ പറയേണ്ടത്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു പഠനതന്ത്രങ്ങളെന്ന് നോക്കാം. ആദ്യമായി പാഠ്യപദ്ധതിയിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നവയാണ് പഠനതന്ത്രങ്ങൾ. അപ്പം നമുക്കിത് ശാസ്ത്ര പഠനതന്ത്രങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഗണിത പഠനത്തിനായിട്ടുള്ള തന്ത്രങ്ങൾ ചോദിക്കാം. ഇങ്ങനെയുള്ള പല സബ്ജക്റ്റ് വൈസ് ചോദിക്കാം. ഇപ്പം ഞാൻ ഒരു മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നത് കൊണ്ട് എന്നോട് ചോദിച്ചിരുന്നത് ഗണിത പഠന തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നായിരുന്നു. അപ്പം അതുപോലെ നമ്മളുടെ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ട് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. അപ്പം അങ്ങനെ ചോദിച്ചു വരുമ്പം ശാസ്ത്ര പഠന തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ചോദ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിവ് നിർമ്മാണം, ശേഷികൾ, സർഗാത്മകത, ശാസ്ത്ര മൂല്യങ്ങൾ, പ്രശ്നപരിഹരണ ശേഷി എന്നിവ ആർജിക്കുന്നതിനും ഉള്ളടക്ക വിനിമയത്തിനും പഠനതന്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് കുട്ടികളെ നമ്മൾ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന വിവിധ പരിപാടികൾ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്ന വിവിധ കാര്യങ്ങളെയാണ് നമ്മൾ ഈ പഠനതന്ത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധതരം പരിസര പഠന അല്ലെങ്കിൽ ശാസ്ത്ര പഠന തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിരീക്ഷണം, പരീക്ഷണം, പ്രോജക്റ്റ്, സർവേ, അഭിമുഖം, പ്രകൃതി നടത്തം, ബ്രെയിൻ സ്റ്റോമിംഗ്, സെമിനാർ, പാനൽ ചർച്ച, നാടകീകരണം, പസിലുകൾ, ക്വിസ്, പ്രദർശനം, സംവാദം, കോൺസെപ്റ്റ് മാപ്പിംഗ്, സംഘചർച്ച, സിംബോസിയം, പ്രദർശനം, ഫീൽഡ് ട്രിപ്പ്, അല്ലെങ്കിൽ പഠന പര്യടനം, ദിനാചരണങ്ങൾ, അസൈൻമെന്റ്, ശേഖരണങ്ങൾ. അപ്പം ഇതൊക്കെയാണ് ശാസ്ത്ര പഠനത്തിനുള്ള വിവിധ തന്ത്രങ്ങളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓരോന്നും ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ നമുക്ക് നിരീക്ഷണം എന്താണെന്ന് നോക്കാം. നിരീക്ഷണം എന്ന പഠനതന്ത്രത്തിന്റെ സവിശേഷതകൾ, അതായത് നമ്മളൊരു കാര്യം കണ്ട് മനസ്സിലാക്കാൻ അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ നിരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്നു, നിരീക്ഷണ പാഠവം രൂപപ്പെടുത്തുന്നു, നേരിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നു, നിരീക്ഷണ പത്രിക തയ്യാറാക്കുന്നതിന് കഴിയുന്നു, പരമാവധി വിവരങ്ങൾ ശേഖരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു നിരീക്ഷണം എന്ന പഠനതന്ത്രത്തിന്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. ഈ പ്രൈമറി ക്ലാസ്സുകളിൽ നിരീക്ഷണം എന്ന പഠനതന്ത്രം ഉപയോഗിക്കാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിയുന്നതിന്. അപ്പം നമ്മൾ പ്രൈമറി ക്ലാസ്സുകളിലാണ് ഇല, തണ്ട്, വേര്, പൂവ്, കായ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഒരു ചെടി പറിച്ചു കൊണ്ടുവന്ന് നമുക്കത് കാണിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ജലത്തിന്റെ വിവിധ ഉപയോഗങ്ങൾ. അപ്പം നമ്മൾ ജലത്തിന് ശക്തിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് പൈപ്പിൻ ചോട്ടിലൊരു ജലചക്രമൊക്കെ ഉണ്ടാക്കി കാണിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ജലം കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ വിലയിരുത്താൻ, അത് നമുക്ക് നേരെ കാണിച്ചു തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചുറ്റുപാടുള്ള വസ്തുക്കളെ തരംതിരിക്കാൻ, ഇപ്പം നമ്മൾ ഖരം, ദ്രാവകം അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് തിരിക്കാനായിട്ടൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ തിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വസ്തുക്കളൊക്കെ കൊണ്ട് കുട്ടികളെ കാണിച്ച് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ നിരീക്ഷണം എന്ന പഠനതന്ത്രത്തിൽ അധ്യാപിക എന്ന നിലയിൽ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിരീക്ഷണ പത്രിക തയ്യാറാക്കൽ, ഉപകരണങ്ങൾ കരുതാൻ, സമയനിഷ്ഠ പാലിക്കുന്നതിന്, ശേഖരിച്ച വിവരങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിന്, നിഗമനത്തിനും ക്രോഡീകരണത്തിനും നേതൃത്വം നൽകുന്നതിന്. ഈ നിരീക്ഷണം എന്ന പഠനതന്ത്രത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കണം. നിരീക്ഷണ പാഠവം വളർത്തുന്നു. അതായത് ആ ഒരു നിരീക്ഷണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെ ഒരു കാര്യം നോക്കി കാണാനും ഒക്കെ കുട്ടികളുടെ കഴിവ് ഉള്ളിൽ നിന്ന് വളർത്തിയെടുക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് പ്രാപ്തി നേടുന്നു, പഞ്ചേന്ദ്രിയങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു, ശേഖരിച്ച വിവരങ്ങളെ അപഗ്രഥിക്കാൻ കഴിയുന്നു, നിഗമനത്തിലെത്താൻ പരിശീലനം ലഭിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിരീക്ഷണം എന്ന പഠനതന്ത്രത്തിന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ മേന്മകൾ എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള പഠനതന്ത്രങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കണം. അപ്പം നമ്മൾ ഇന്ന് 2 ദിവസം മുമ്പ് തൊട്ട് ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ LPUP 2027 വേണ്ടിയിട്ട് സജ്ജം 2027 എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഇനി LPUP പഠിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നവർക്കും ഒക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കി വീഡിയോസൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചോദിച്ച ചോദ്യങ്ങളും അവയുടെ നമുക്ക് പറയാൻ സാധിക്കുന്നതുമായ ഉത്തരങ്ങളൊക്കെ. അപ്പം എല്ലാവരും അതെല്ലാം കണ്ട് LPUP ഇൻ്റർവ്യൂവിനായിട്ടും വരുന്ന LPUP എക്സാമിനായിട്ടും പ്രിപ്പയർ ആവുക. താങ്ക് യു ഫോർ വാച്ചിങ്.